ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയല്ലേ പറഞ്ഞത്, അദ്ദേഹം ഒന്ന് പറയട്ടെ. ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സമതുലിതമായ അഭിപ്രായം പറയേണ്ടിയിരുന്നില്ലേ? അത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് നടത്തിയ ആ പരാമർശം ആരെ രക്ഷിക്കാനാണ്, ആരെ ശിക്ഷിക്കാനാണ്, ആരെ പ്രീതിപ്പെടുത്താനാണ് എന്നൊരു ചോദ്യം ഇന്ന് രാത്രി ജനമനസ്സുകളിൽ ഉയരുന്നുണ്ടാവില്ലേ റോണി? നിലമ്പൂർ ഉൾപ്പെടെ കേരളത്തിലെ മലയോര മേഖലയിലെ ഏറ്റവും ഇന്ന് ചൂടുപിടിച്ച വിഷയം എന്ന് പറയുന്നത് ഈ കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളുടെ നടത്തുന്ന ആക്രമണങ്ങളാണ്. 1000-ൽ പരം ആളുകളാണ് കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇത് കൂടിക്കൂടി വരികയാണ്. ഈ വന്യജീവി ആക്രമണത്തിൽ മരണം സംഭവിക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്ത് വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ നോക്കുക. അവിടെയൊക്കെ സംസ്ഥാന ഗവൺമെന്റുകളെ എത്ര ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. കിടങ്ങ് കുഴിക്കുന്നത് ഉൾപ്പെടെ ഇതുപോലൊരു സന്ദർഭത്തിൽ കേന്ദ്ര നിയമത്തിലെ പ്രശ്നങ്ങൾ പറയേണ്ടതില്ല. ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ്ങിന് വേണ്ടി എങ്കിലും കോൺഗ്രസ് ദേശീയ തലത്തിൽ BJPക്ക് എതിർക്കുന്ന പ്രതിപക്ഷവും സംസ്ഥാന തലത്തിൽ LDFനെ എതിർക്കുന്ന പ്രതിപക്ഷവുമാണ്. ബാലൻസ് ചെയ്ത് പറയേണ്ടതില്ല. ദേശീയ സർക്കാർ കുറ്റവാളിയായിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ അവർക്കുള്ള പങ്ക് കൂടി പറഞ്ഞുകൊണ്ട് പറയേണ്ടതില്ല. അങ്ങനെയാണോ? ഇതില് നമ്മൾ ഏറ്റവും അടുത്ത് കാണുന്ന, ഇതിന്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്. ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ ഈ വനമന്ത്രിക്കെതിരെ എത്രയോ വലിയ വിമർശനം ഉണ്ടായിട്ട് ചെയ്യാൻ പോലും വിശദീകരണം ചോദിക്കാൻ പോലും കഴിയാത്തൊരു മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് താങ്കൾ പറയുന്ന കാര്യങ്ങൾ, ആര്യാടൻ ഷൗക്കത്ത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി. അതിന്റെ കൂടെ അനിവാര്യ അനുബന്ധമായിട്ട് വരേണ്ട കാര്യം ചൂണ്ടിക്കാണിച്ചില്ല എന്ന ഒരു നിരീക്ഷണമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഓക്കെ, താങ്കൾ അത് പറഞ്ഞ് പൂർണ്ണയായി. ജയ്ക്ക്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന്റെ വശത്ത് നിന്ന് സമതുലിതമായ അഭിപ്രായം, കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു പരാമർശം ഉണ്ടാവേണ്ടിയിരുന്നു. ഒരു പ്രശ്നത്തിന്റെ കാതലിലേക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥാനാർത്ഥി. മറിച്ച് അദ്ദേഹം ഒരു സന്ദേശം കൊടുത്തത് എന്തിനാണ്? അവിടെ നിന്ന്, ആ മണ്ഡലത്തിൽ നിന്ന് അല്ല റോണി, ഞാൻ താങ്കളോടല്ല ചോദിക്കുന്നത്, ഞാൻ ജയിക്കിനോട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് മറ്റൊരഭിപ്രായം കൂടി ഉയർന്നിരുന്നു. അവിടുത്തെ ഈ മലയോര ജനതയുടെ വികാരത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ജോയിയെ സ്ഥാനാർത്ഥിയാക്കേണ്ടതുണ്ട്. അദ്ദേഹം മലയോര കർഷകരുടെ പ്രതിനിധിയാണ് എന്നൊരഭിപ്രായം അവിടെ നിന്ന് വളരെ ശക്തിമത്തായി ഉയർന്നിരുന്നു. അത് മാറ്റിവെച്ചുകൊണ്ടാണ്, ആദ്യമൊക്കെ പറഞ്ഞു കേട്ടിരുന്ന ജോയിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. ആ വികാരത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിനെ കുറ്റവിമുക്തമാക്കി അവർക്ക് നിശബ്ദമായൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ മാത്രം ചുമതലകൾ വെച്ചു. എങ്ങനെയായിരിക്കും അവിടുത്തെ കോൺഗ്രസ് പ്രചാരണ ശൈലി മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചകമായിട്ട് താങ്കൾ ഇത് കാണുന്നുണ്ടോ? ജയ്ക്ക് പ്രതികരിക്കൂ. തീർച്ചയായിട്ടും ആ പ്രതികരണം ഇപ്പോഴാണ് അങ്ങ് ഇവിടെ പ്ലേ ചെയ്തപ്പോൾ മാത്രം എനിക്ക് ആ പ്രതികരണത്തിന്റെ ഒരു പ്രധാന ഭാഗം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ജനിക്കും മുമ്പേ പാഴായി പോയ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെയാണ് യഥാർത്ഥത്തിൽ അഭിനവ UDFന്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ പോലെയൊരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കുടിയേറ്റ ജനതയും മലയോര പ്രദേശവും ഒക്കെ ഉൾക്കൊള്ളുന്ന നിലമ്പൂർ പോലെയൊരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ് വന്യജീവി ആക്രമണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ ആ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണം സൃഷ്ടിച്ചിരിക്കുമെന്നും അതിനുവേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശക്തിയുക്തം ഞാൻ വാദിക്കുമെന്നും പറഞ്ഞ 2 പേരുണ്ട്.
കോൺഗ്രസിന്റെ നേതാവ് സൗകര്യം കിട്ടപ്പോൾ DCC ഓഫീസിന്റെ ചുവരിൽ ആ 2 ചിത്രങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അവര് ഈ 2021 ശേഷം നടത്തപ്പെട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ വയനാട് പാർലമെന്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇതേതു നേതാവാണ്, ഇതേതു പാർട്ടിയാണ്, ഇതിൽ കേന്ദ്ര നിയമം ഉണ്ടായേ പറ്റൂ, ഞങ്ങൾ സംസ്ഥാന നിയമസഭയിൽ പോയിട്ടല്ല ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഈ വന്യജീവി ആക്രമണങ്ങളെ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ വന്യജീവി ആക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ പോയി കേന്ദ്രത്തോട് ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ ഏത് നേതാവാണ്, ഏത് പാർട്ടിയാണ് എന്ന് സൗകര്യം കിട്ടുമ്പോ DCC ഓഫീസിൽ ഈ തെരഞ്ഞെടുപ്പ് വാർ റൂമുകളുടെ ഒക്കെ നടുവിലിരിക്കുമ്പോൾ വെറുതെ ഉപതെരഞ്ഞെടുപ്പിന്റെയും മുൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയും ദൃശ്യങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴായിരിക്കില്ല അങ്ങേക്ക് സ്വാഭാവികമായി സ്വീകരിക്കാൻ ഇഷ്ടവും താല്പര്യവും. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമായ അന്ധതയും കോൺഗ്രസ് വിരോധവും ഒക്കെ ഉണ്ട് എന്ന് അങ്ങ് ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ സഹോദരി, ഇവരാകെ ഒരു മാസങ്ങൾക്ക് പുറകിൽ വയനാട് പാർലമെന്റിൽ നടന്നും ഇരുന്നും ഒക്കെ പറഞ്ഞിരുന്നത് കേന്ദ്രത്തോട് യുദ്ധം ചെയ്ത് നിലമ്പൂരിലെയും വയനാട്ടെയും വന്യജീവി ആക്രമണത്തെ ഇല്ലാതാക്കാനുള്ള നിയമ നിർമ്മാണത്തിന് ഞങ്ങൾ നേതൃത്വമാകുമെന്നുള്ളതാണ് എന്ന് അങ്ങെങ്കിലും തിരിച്ചറിയേണ്ടതാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ആങ്കർ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ അഭിനവ UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം, ആ പ്രതികരണം കോൺഗ്രസിൽ ഒരു വിഭാഗം കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ വരുമ്പോൾ ആ വിഭാഗത്തിന്റെ പിണക്കം ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച് മാത്രം ഉയർന്നു വന്ന പ്രതികരണമായിരുന്നില്ല. ആ പ്രതികരണത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പ്രതികരണത്തിന് പ്രത്യേകത സംശയം ഏതുമില്ല. BJPക്ക് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 17,000-ലധികം വരുന്ന വോട്ട് വയനാട് ഈ നിയോജക മണ്ഡലത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജനപ്രതിനിധിയായി വിജയിച്ചു പോയ ഉപതെരഞ്ഞെടുപ്പിൽ 15,000-ൽ കുറയാത്ത വോട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശരാശരി 15,000-നും 17,000-നും ഇടയിൽ വോട്ട് മാസങ്ങൾക്കിടയിൽ നടന്ന 2 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട് BJPക്ക്. ആ 17,000, 15,000 വോട്ട് എങ്ങോട്ടേക്ക് പോകും? ആ ചോദ്യത്തിന് മുമ്പിലാണ് അഭിനവ UDF സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴത്തെ പ്രതികരണം. അർത്ഥപൂർണമായി രാഷ്ട്രീയം വിലയിരുത്തുന്നു പറഞ്ഞ നിലയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ, അപഗ്രഥിക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം എന്താണ്? BJPയുടെ വോട്ട് BJPയെ കുറ്റപ്പെടുത്താതെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് BJP പ്രീണനം നടത്തി എങ്ങനെ 10 വോട്ട് തന്റെ കീശയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന പരിശോധന പ്രഖ്യാപനം നടത്തിയ ആദ്യ നിമിഷത്തിൽ തന്നെ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതിന് നേതൃത്വമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം ചൂണ്ടിക്കാണുന്നത്. ഒറ്റക്കാരോട് പറഞ്ഞ് ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കാം. BJPയുടെ നേതാവ് പറഞ്ഞു ഇങ്ങനെയുള്ള സ്വതന്ത്ര പരീക്ഷണം തെരഞ്ഞെടുപ്പിനെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ഒരു സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: പിണറായിസത്തിനെതിരെയുള്ള പ്രതികരണമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. നല്ല പ്രയോഗമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിലമ്പൂരിലെ മുൻ MLA ആണ് ഈ പ്രയോഗം ഏറ്റവും കൂടുതൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP അത് ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പിണറായിസത്തിനെതിരെയുള്ള പ്രതികരണമാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റുമെന്ന് പറയുമ്പോൾ എന്താ പിണറായിസം എന്നങ്ങ് സൂചിപ്പിക്കണ്ടേ? എന്താ പിണറായിസം വഴി നിലമ്പൂരിനും കേരളത്തിനും സംഭവിച്ച ദുരിതമെന്നങ്ങ് സൂചിപ്പിക്കണ്ടേ? നവംബർ മാസം 1-ാം തീയതി എത്തുമ്പോൾ ഇന്ത്യയിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ 63,000 കുടുംബങ്ങൾ കൂടെ ജീവിതത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നടന്നു നീക്കപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതാണോ പിണറായിസത്തിനെതിരെയുള്ള കുറ്റം? അതോ വ്യാവസായിക സൗഹാർദ്ദത്തിൽ 28-ാം സ്ഥാനത്ത് കടന്നിരുന്ന കേരളം യൂണിയൻ ഗവൺമെന്റിന്റെ അഭിപ്രായ പ്രകാരം ദ എവർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ എന്ന പട്ടത്തോടുകൂടെ ഇന്ത്യയിൽ 1ാമത് വന്നതാണോ പിണറായിസത്തിന്റെ കുറ്റം? അതോ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുമ്പോൾ 1,98,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ വരികയും അതിൽ ആദ്യത്തെ പദ്ധതിയുടെ തറക്കല്ലിടൽ ഇന്നലെ നിർവഹിക്കപ്പെടുകയും ചെയ്തതാണോ പിണറായിസത്തിനെതിരെയുള്ള കുറ്റം? അതോ ഇന്ത്യയാകെ കോടാനുകോടി വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഒഴുകിയെത്തുന്ന ഇന്റർനാഷണൽ ബിൽഡിങ്ങുകളോട് കിടപിടിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ PSCയിൽ തന്നെ 1ാമത് യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനവുമായി കേരളം മാറിയതാണോ പിണറായിസത്തെ സംബന്ധിച്ചുള്ള കുറ്റം? അങ്ങ് സമയം കിട്ടുമ്പോൾ സൂചിപ്പിച്ചാൽ മതി. എന്താണ് അങ്ങ് സൂചിപ്പിച്ച ഇടതുപക്ഷം, അല്ലെങ്കിൽ അങ്ങ് സൂക്ഷ്മതയിൽ പരിഹാസത്തോടു കൂടെ സൂചിപ്പിച്ച പിണറായിസത്തിന്റെ കുഴപ്പം എന്താണെന്ന് കൂടെ സൂചിപ്പിച്ചാൽ നിലമ്പൂരിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ചും കേരളത്തിലുള്ള നമുക്ക് എല്ലാവർക്കും ആ കുഴപ്പത്തിനൊരു കുഴപ്പമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും തിരിച്ചറിയാനും ഒരു അവസരമാകും. ജയിക്ക് തിരിച്ചു വരാം.